നടക്കും. നിർണായക പദവിയിലിരിക്കെ പാർട്ടി നിലപാടിന് വിരുദ്ധമായ പരസ്യ പ്രസ്താവനകൾ നടത്തുന്നതിലൂടെ നേതൃത്വവുമായി ശശി തരൂരിന് നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടിയാണ് ഇപ്പോൾ മറ നീക്കി പുറത്തേക്ക് വരുന്നത്. രാഹുൽ ഗാന്ധിയുമായും സംസ്ഥാനത്തെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കളുമായും തരൂർ ഏറെ നാളായി അകൽച്ചയിലാണ്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും മതിയായ പരിഗണന കിട്ടുന്നില്ല എന്ന പരിഭവമാണ് ശശി തരൂരിന്റെ പ്രസ്താവനകളിലൂടെ പ്രകടമാകുന്നത് എന്നതാണ് സൂചന. ദീർഘവർഷങ്ങളായി സോണിയാഗാന്ധിയുമായും പ്രിയങ്ക ഗാന്ധിയുമായും ആത്മബന്ധം പുലർത്തിയിരുന്ന ശശി തരൂർ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്നൊരാൾ പാർട്ടി തലപ്പത്തേക്ക് വരണമെന്ന നിലപാടെടുത്ത് ആ പദവിയിലേക്ക് മത്സരിക്കാൻ ഇറങ്ങിയതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുമായുള്ള ബന്ധം വഷളായി തുടങ്ങിയത്. 2009 മുതൽ തുടർച്ചയായി പാർലമെന്റ് അംഗമായിരുന്നിട്ടും മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ വിദേശകാര്യ വകുപ്പിന്റെ ചുമതല വഹിച്ചിട്ടും കോൺഗ്രസ് ദേശീയ നേതൃത്വം തനിക്ക് മതിയായ പരിഗണന നൽകുന്നില്ലെന്നാണ് തരൂരിന്റെ പക്ഷം. BJPക്ക് ബദലായി ഇന്ത്യ സഖ്യത്തിന്റെ നയരൂപീകരണത്തിലും വേണ്ടത്ര കൂടിയാലോചനകൾ ഉണ്ടായില്ലെന്ന വിമർശനവും തരൂരിനുണ്ട്. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും ഇതേ ആക്ഷേപം തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം തരൂരിനെതിരെ നീക്കം നടത്തിയെന്നാണ് പ്രധാന വിമർശനം. സംസ്ഥാന കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കളുടെ അറിവോടെയാണ് ഈ നീക്കങ്ങൾ നടന്നതെന്നും ശശി തരൂരിന് സംശയമുണ്ട്. BJPക്ക് ഏറെ സ്വാധീനമുള്ള മണ്ഡലത്തിൽ കോൺഗ്രസ് സംഘടനാ സംവിധാനങ്ങളിലെ പോരായ്മകൾക്കിടയിലും തുടർച്ചയായി വിജയിക്കാൻ കഴിഞ്ഞത് പാർട്ടിക്കതീതമായ സ്വീകാര്യത തരൂരിന് ഉള്ളതുകൊണ്ടാണെന്നാണ് അദ്ദേഹത്തിന്റെ അനുകൂലികളുടെ വാദം. ഇടതുപക്ഷ നേതാക്കൾ വരെ ഏറെ പ്രശംസിക്കുമ്പോഴും സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് മതിയായ സ്വീകാര്യത ലഭിക്കാത്തതും തരൂരിനെ ഏറെ അസ്വസ്ഥനാക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് വികസന വിഷയം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് വിരുദ്ധ നിലപാട് പരസ്യമാക്കി പാർട്ടിയെ തന്നെ വെട്ടിലാക്കിയുള്ള തരൂരിന്റെ നിർണായക രാഷ്ട്രീയ നീക്കം തന്റേത് ഒറ്റയാൻ പോരാട്ടമല്ലെന്നും വിദ്യാസമ്പന്നരായ പാർട്ടി അനുഭാവികളുടെ പിന്തുണ തനിക്കുണ്ടെന്നുമാണ് ശശി തരൂരിന്റെ വാദം. നിലവിലെ വിവാദങ്ങൾ പുറത്തേക്കുള്ള വഴി തുറക്കലല്ലെന്ന് തരൂർ ക്യാമ്പ് ഉറപ്പിച്ചു പറയുമ്പോഴും നേതൃത്വത്തെയും നേതാക്കളെയും അലോസരപ്പെടുത്തുന്ന തുടർച്ചയായ പ്രസ്താവനകൾ കൊണ്ട് ശശി തരൂർ ലക്ഷ്യം വെക്കുന്നത് എന്തെന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ. ഡാൻ കുര്യൻ, News 18, തിരുവനന്തപുരം.